തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടന്ന സുമയ്യ അതിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഈ ഗൈഡ് വയർ കുടുങ്ങിയത് അറിഞ്ഞത്. അതിനുശേഷം ഇതുവരെയും സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല പരാതികൾ കൊടുത്തു. അതിനുശേഷം ഇതുവരെ ഒരു ഇടപെടൽ നടത്താത്തതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചുകൂട്ടി സുമയ്യ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സുമയ്യ വിശദീകരിക്കും. എന്തായാലും സുമയ്യ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഇത്തരം നമുക്കറിയാം നിലവിൽ ഈ ചികിത്സാ പിഴവ് സംഭവിച്ച ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം കാണുന്നുണ്ട്. ഇപ്പോൾ സുമയ്യക്ക് ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഗൈഡ് വയറാണ് ഇപ്പോഴും നെഞ്ചിനുള്ളിൽ ഉള്ളത്. അത് എടുക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യവും മെഡിക്കൽ കോളേജ് വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവസാനം ഇതെടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. ഏകദേശം 3 മാസമായി ഈ എടുക്കാനുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി, പക്ഷെ അത് നടന്നില്ല ഇതുവരെയും. അതിനുശേഷം ഇതുവരെയും സർക്കാരും ആരോഗ്യവകുപ്പോ സുമയ്യയുമായിട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടൽ നടത്തിയില്ല. അതുകൊണ്ട് സുമയ്യക്ക് നഷ്ടപരിഹാരവും അതോടൊപ്പം സർക്കാർ ജോലിയും അത് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത് തീർച്ചയായും കിട്ടണം. അതിനുവേണ്ടി ഇപ്പം കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യാൻ. എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പ് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടി, അതായത് ഇത് ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിന് അറിയാം. പക്ഷെ ഇതുവരെയും ആ ഡോക്ടറിനെതിരെ യാതൊരുവിധ നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിനോ ആരോഗ്യവകുപ്പ് മന്ത്രി യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. നമ്മളൊക്കെ കണ്ടതാണ്, നിയമസഭയ്ക്കകത്ത് ഈ വിഷയം പറയുകയും അബദ്ധം പറ്റിപ്പോയതാണ്, ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ട് പോലും മന്ത്രി ഒരു ഇടപെടലോ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറിന് നടപടി എടുത്തിട്ടില്ല എന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. ഇപ്പോഴും ആ ഡോക്ടർ ജനറൽ ഹോസ്പിറ്റലിൽ ആളുകളെ ചികിത്സിക്കുന്നു. ഡോക്ടർ രാജീവ് കുമാർ, ജനറൽ സർജറി, ജനറൽ ഹോസ്പിറ്റൽ. അതെ, നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതി നാളെ കേസ് ഫയൽ ചെയ്യും. ഇത്രയും വൈകാനുള്ള കാരണം കേസ് കൊടുക്കും. അത് കഴിഞ്ഞ 3 മാസം മുമ്പ് ഇത് എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ സംഭവം എടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അവസാനം ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം ഗൈഡ് വയറിൻ്റെ 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ വെയിനോട് ചേർന്ന് അത് ഒട്ടി ഇതായിട്ടുണ്ട്. ഇനി അത് സർജറി, ഓപ്പൺ സർജറി, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകും. ഒരിക്കലും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ചെയ്യാനുള്ള കുടുംബത്തിലില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ലെന്ന് അവസാനം ഡോക്ടർമാർ പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ ചെയ്തത്. അതാണ് ഈ 3 മാസം ഗ്യാപ്പ്, അതായത് കഴിഞ്ഞ 2 മാസം മുമ്പ്. അപ്പോൾ അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും ആരും യാതൊരു ഇടപെടൽ ആരോഗ്യവകുപ്പോ. കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടി. കാരണം 3 മാസം മുമ്പ് സർജറി കഴിഞ്ഞ് ഗൈഡ് വയർ എടുക്കാനുള്ള ശ്രമം നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം അപേക്ഷ കൊടുക്കുകയും ചെയ്തു. കൊടുത്ത് 3 മാസത്തിന് ശേഷമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നഷ്ടപരിഹാരം കിട്ടുക എന്നതാണ്. ഈ നഷ്ടപരിഹാരം എത്ര രൂപയാണ് ചോദിക്കുന്നത്? 1 കോടി രൂപ അടുത്ത് നഷ്ടപരിഹാരം ചോദിക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത്. അങ്ങനെയാണോ? അതെ, ഇത് നിലവിൽ സുമയ്യ ഇനി ലൈഫിൽ അതായത് ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് മെഡിക്കൽ കോളേജ് പറയുകയും ചെയ്തു. അത് 1 കോടി എന്നതല്ല, മറിച്ച് സുമയ്യയുടെ ലൈഫ്, ജീവിതം അവസാനം വരെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ ഒരു തുകയായിരിക്കും വക്കീൽ, നിലവിൽ നമ്മുടെ കേസ് പറഞ്ഞ വക്കീലാണ് അത് ചെയ്തിട്ടുള്ളത്.
സർക്കാർ ജോലിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ പ്രധാന ആവശ്യം സർക്കാർ ജോലി എന്നുള്ള സർക്കാർ ജോലിയാണ്. നഷ്ടപരിഹാരമില്ല, തുകയുണ്ടോ? നഷ്ടപരിഹാരവും സർക്കാർ ജോലി അത് ഉറപ്പായിട്ടുണ്ടാവും. സർക്കാർ എന്താണ് തീരുമാനം എടുക്കുന്നത് അറിയണമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ സുമയ എങ്ങനെയാണ് നിയമപരമായിട്ട് എങ്ങനെയാണ് നേരിടുന്നത്? കോടതിയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? സർക്കാർ ജോലിയും വേണം, പിന്നെ നഷ്ടപരിഹാരവും വേണം. സർക്കാർ ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടോ? എന്നുള്ള എനിക്ക് ഈ വക്കീലിന്റെ തീരുമാനം അനുസരിച്ചാണോ നഷ്ടപരിഹാര തുക തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തുക മുന്നോട്ട് വരുന്നുണ്ടോ? തുകയായിട്ട് മുന്നോട്ട് വെച്ചില്ല. സുമയുടെ ജീവിത അവസാനം വരെ ഈ ഗൈഡ് വരെ എടുക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അതുവരെ എന്തായാലും ഈ പറഞ്ഞ 1 കോടിയൊന്നും ആയിരിക്കില്ലല്ലോ. സുമയ ഇപ്പൊ 26 വയസ്സായതേ ഉള്ളൂ. ജീവിതകാലം വരെ ഈ പറഞ്ഞ 1 കോടിയിലൊന്നും ഇന്നത്തെ കാലം ജീവിക്കാൻ സാധിക്കില്ല. സർക്കാർ ജോലി കൊടുക്കും. പിന്നെ ഈ 1 കോടി നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഇങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസം മുട്ടും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയെ പിന്നീട് ബന്ധപ്പെടുകയും റിപ്പോർട്ടിന്റെ ശേഷം ആദ്യഘട്ടത്തിലൊക്കെ ഒരു സമവായ ചർച്ചയൊക്കെ ഉണ്ടായതാണല്ലോ. പിന്നീട് ബന്ധപ്പെട്ടിരുന്നോ മന്ത്രിയെ? ഇല്ല, അതിനുശേഷം എന്നെ ഇതുവരെയ്ക്കും ഒന്ന് വിളിക്കുകയോ ഒന്ന് സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല. ജോലി തന്നു കഴിഞ്ഞാൽ ഹെൽത്തി പ്രോബ്ലം അല്ലേ? ഹെൽത്തി പ്രോബ്ലം ഉണ്ട്. എന്നാലും എനിക്ക് സംഭവിച്ച വീഴ്ച അവരായിട്ട് ഞാനായിട്ട് അത് ചെയ്തതല്ല. ഡോക്ടറിന്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സർക്കാർ തന്നെയാണ് അതിന് ഉള്ള ഒരു ഇത് തരയും വേണം. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈയബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങൾ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു.